Hello, good morning. So, ഇന്നത്തെ വീഡിയോ ഈസ് മൈ മോർണിംഗ് ഹരിബരി വർക്ക്. സോ ഇപ്പം ഏകദേശം 6 മണി. എനിക്ക് എണീക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പുറത്ത് നല്ല മഴ, നല്ല തണുപ്പ്, കുറച്ചും കൂടി കിടന്നുറങ്ങാൻ എനിക്ക് സുഖം. പക്ഷേ എണീക്കണം. ബിക്കോസ് വർക്ക് ഉണ്ട്. ആക്ച്വലി ഇന്നത് സാറ്റർഡേ ആണ്. സാറ്റർഡേയും വർക്കുണ്ട്. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് ലൈവ് അപ്ഡേറ്റ്സ് നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. അപ്പം അതും ഒരു മോർണിംഗ് സെക്ഷനും കാണിക്കാൻ വിചാരിച്ചു. ഞാനിപ്പം എണീറ്റതേ ഉള്ളൂ, ഉറക്കപ്പിച്ച് മാറിയിട്ടില്ല, പല്ലൊക്കെ തേച്ചു. ഇനി നമുക്ക് ചായ കുടിക്കണം. ചായ കുടിക്കാം. സോ മേരാ ചായ ആൻഡ് ബദാം വെള്ളത്തിലിട്ട് കുതിർത്തിയത് അമ്മ എനിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. ആൻഡ് ദിസ് ഇസ് പാൽ ചായ, പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ ഡെയിലി ചായ കുടിക്കും കേട്ടോ. പിന്നെ പോകാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. അമ്മ രാവിലെ തന്നെ തിരക്കിലാണ്. ഞാൻ ഫുഡൊക്കെ കൊണ്ടാ പോവാം. അപ്പം അതിനുള്ള പരിപാടികൾ ആണ്. എനിക്ക് ഇങ്ങനെ ഇരുന്ന് കുടിക്കാനുള്ള ടൈമില്ല. സോ ഞാനൊരു 7:45 ഇറങ്ങും. അപ്പം ശരിയെന്ന് പറയുന്ന സമയം പോകും. ശരിയെന്ന് കാര്യങ്ങൾ ചെയ്യണം. ഇന്ന് കാലത്ത് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയിട്ട് വരാം. സോ യൂഷ്വലി എനിക്ക് പുട്ടും പഴമാണ് എന്നും പുട്ടും പഴമാണ്. അത് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എയർപോർട്ടിൽ ജോബിന് കയറിയപ്പോൾ തൊട്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പുട്ടും പഴവും മതി. അതൊന്നും ഇങ്ങനെ വിഴുങ്ങാലോ. എയർപോർട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും ഉറക്കപ്പിച്ചിലായിരിക്കും പകുതിയൊക്കെ. അപ്പോഴത്തേനും ലൈക്ക് വായിലേക്ക് വെക്കുന്നു, വിഴുങ്ങുന്നു. ബാക്കി എന്തോ ആണെങ്കിൽ നമുക്കിപ്പോൾ ദോശയൊക്കെ ആണെങ്കിൽ പിച്ചി തിന്നണ്ടേ, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുട്ടും പഴമോ പെട്ടെന്ന് തിന്നാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഡെയിലി എനിക്ക് പുട്ടും ഏത്തപ്പഴം പുഴുങ്ങിയതും കേട്ടോ. ഇന്ന് ഇത്തിരി വ്യത്യാസമുള്ളത്, ഇന്ന് വെള്ളയപ്പമാണ്. ഒരു ദോശ നമുക്ക് ചുടാതെ ഷൂന്നൊരു സൗണ്ട് കേട്ടോ. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കൊരു തൃപ്തിയുള്ളൂ. ഇനി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമ്മളിതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അപ്പം ആൻഡ് ചിക്കൻ കറി. സോ ഇത്രയും രാവിലെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ കഴിക്കുവേ. അതല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ളതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പം ഇന്നെന്തായാലും കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാം. ഇതുപോലൊരു പീസ് ഇങ്ങനെ എടുക്കുക, കുറച്ച് ചാറിലൊക്കെ മുക്കുക, ആൻഡ് കുറച്ച് ചിക്കൻ പീസ് കൂടി വയ്ക്കുക, കഴിക്കുക. വാവ്, അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഇനി ഞാൻ പെട്ടെന്ന് കഴിക്കട്ടെ, ബിക്കോസ് ടൈം ആവാറായിട്ടുണ്ട്. ഹലോ, അപ്പോൾ ഞാൻ കുളിച്ച് വന്നിരിക്കുകയാണ്. എൻ്റെ മുടി ഞാൻ ചെറുതായിട്ടൊന്ന് ഉണക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് ആരംഭിക്കേണ്ട സമയമാണ്. സോ ഇപ്പോൾ സമയം ഏകദേശം 6:45 ആവാറായിട്ടുണ്ട്. 7:40 ഞാൻ ഇവിടുന്ന് ഇറങ്ങും. അപ്പം പെട്ടെന്ന് മേക്കപ്പ് ചെയ്യണം. യൂഷ്വലി ഞാൻ ഇത്ര നേരത്തെ മേക്കപ്പ് ചെയ്യാനൊന്നും നിൽക്കാറില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 10 മിനിറ്റ്സൊക്കെ മതി പോകാനായിട്ട്. സമയം ആകാറാകുമ്പോഴാണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം ഓടാൻ നിൽക്കാറ്. അപ്പം ഇന്നെന്തായാലും നിങ്ങളോട് സംസാരിച്ചിട്ട് മേക്കപ്പ് ചെയ്യാൻ ഉള്ളതുകൊണ്ട്, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫേസിൽ ആസ് എല്ലാവർക്കും പറയുന്ന പോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഞാൻ കുറച്ച് അപ്ഡേറ്റ്സ് കൂടെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ വീഡിയോസ് കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ കൂടുതൽ കണ്ടൻറ്റ്സ് എന്തൊക്കെയാണ് ചെയ്യാറെന്ന്. ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, ഞാനൊരു ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഞാൻ ആ ജോബ് റിസൈൻ ചെയ്തു എന്നുള്ളതാണ്. ഒരു 1 മന്ത് ആയിട്ടില്ല, ജസ്റ്റ് ഹാഫ് എ മന്തേ ആയിട്ടുള്ളൂ. അവിടെ നിന്ന് മാറി ഞാനിപ്പം ഫ്ലൈ ദുബായിൽ ജോയിൻ ചെയ്തു. ഫ്ലൈ ദുബായിയുടെ സിറ്റി ഓഫീസിൽ ടിക്കറ്റിംഗ് ആൻഡ് റിസർവേഷൻ ഓഫീസറായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ഇത് എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല, ലൈക്ക് ഈ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രി തന്നെയാണ്, പക്ഷേ എയർപോർട്ടിലല്ല, സിറ്റി ഓഫീസിലാണ്. ഇത് മെയിൻലി ടിക്കറ്റിംഗ് ആൻഡ് റിസർവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എന്താ സൺസ്ക്രീനാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഫോക്സ്ടെയിലിൻ്റെ തന്നെ മാറ്റിഫൈങ് സൺസ്ക്രീനാണ്. അത് തീർന്നു തോന്നുന്നുണ്ട്. അപ്പം പിന്നെ എന്താണ് ഞാൻ മാറാനുള്ള റീസൺ എന്നുണ്ടെന്ന്
വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലൈക്ക് ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ജോബ് പാടായത് കൊണ്ട് ഞാൻ അങ്ങനെ മാറി, അങ്ങനെ ഒരു ഇതൊന്നുമല്ല. ഞാൻ അവിടെ നിന്നപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. സോ എനിക്ക് കുറച്ചുകൂടി നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ചേഞ്ച് ആയി എന്നുള്ളതാണ്. പിന്നെ ഫ്ലൈ ദുബായ് എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ നല്ല ഒരു എയർലൈനാണ്. ലൈക്ക് വേറെ എയർലൈൻ മോശമാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ലൈക്ക് എമിറേറ്റ്സിൻ്റെ ഒരു കോഷയാടായിട്ടുള്ളത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഷിഫ്റ്റ് വൈസ് ഉള്ള ജോബ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. രാത്രിയിലത്തെ ഉറക്കവും ഫുഡും കാര്യങ്ങളൊക്കെ. ഇതാകുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓഫീസ് ഡ്യൂട്ടിയാണ്, അതായത് ഒരു മോർണിംഗ് 9 തൊട്ടിട്ട് വൈകിട്ട് 5:30 വരെയുള്ള രീതിയിലാണ് ടൈമിങ്സ് ഒക്കെ വരുന്നത്. പിന്നെ കുറച്ച് ദൂരമുണ്ട് എനിക്ക് പോകാനായിട്ട്. നമ്മുടെ കൊച്ചി മരടിൽ ലെമറേഡിയൻ മിക്കവർക്കും അറിയാമായിരിക്കും. ഓക്കെ, അവിടെയാണ് ഓഫീസൊക്കെ വരുന്നത്. അപ്പം അവിടെയാണ് ഞാൻ ചെയ്യുന്നത് ജോലി. അപ്പം ജോബെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എയർപോർട്ടിലാണെങ്കിൽ നമ്മളുടെ ഫുഡിലാണ് ഫുൾ ടൈം, ലൈക്ക് നമ്മളിങ്ങനെ ഓടി നടന്നിട്ടുള്ള ജോലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട്, ഐ മീൻ കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യേണ്ട ജോലികളാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം ടൈമെല്ലാം ചെയ്യാം, ടൈമെല്ലാം എടുത്ത്, അതായത് നമ്മൾ കുറച്ചുകൂടി സ്വസ്ഥമായിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ജോബാണ്. സോ ഇപ്പോൾ കയറിയിട്ടേ ഉള്ളൂ, അപ്പം പഠിച്ച് വരുന്നേ ഉള്ളൂ കാര്യങ്ങളെല്ലാം. ആൻഡ് എല്ലാവരും നല്ല അടിപൊളി ആൾക്കാരാണ്. സ്റ്റാഫാണെന്നുണ്ടെങ്കിലും എല്ലാവരും നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഇവിടെ നമ്മുടെ എയർപോർട്ടിലെ പോലും ഒരുപാട് സ്റ്റാഫ് ഉണ്ടാവില്ല, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്. ആൻഡ് ആ ഒരു രീതിയിലുള്ള ജോബ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ഇതാണ് മൈഗ്ലാമിൻ്റെ സൂപ്പർ സിറം BB ക്രീം. ഇതിലും SPF 50 ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഒരു വട്ടം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്നുകൂടി ഒന്ന് യൂസ് ചെയ്യാമെന്ന്. സോ രാവിലെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാഷ്വൽ വെയേഴ്സ് തന്നെയാണ് ഇട്ടിട്ട് പോകുന്നത്. പിന്നെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടല്ല, കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്താ ഗ്രൗണ്ട് സ്റ്റാഫിന് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂവിനൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രിപ്പയർ ചെയ്താൽ മതിയോ, കോഴ്സിന് ചെയ്യേണ്ടത് നിർബന്ധമുണ്ടോ എന്നൊക്കെ. അപ്പം ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഡൗട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കോഴ്സൊന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണ്, നിങ്ങൾ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബേസ് കിട്ടും. അതല്ലാതെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും പോകാം. കാരണം ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാം അവരിങ്ങനെ തരാൻ വേണ്ടിയിട്ടിരിക്കരുത്. ലൈക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മളും എഫേർട്ട് ഇട്ടിട്ട് ചെയ്യാം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. സോ നിങ്ങൾ അതൊന്നും ഓർത്തിട്ട് ടെൻഷൻ ആവണ്ട. വീട്ടിലിരുന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. ലാംഗ്വേജ് നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കുക. ലാംഗ്വേജ് ഇംഗ്ലീഷ് നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കുക. അതിൽ മോശമാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. സോ ഞാനിപ്പോൾ കൺസീലർ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ മസ്കാര ആട്ടോ ഇടാൻ പോകുന്നത്. പിങ്ക് ഷെയ്ഡും മസ്കാര ആട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അമ്മ വന്നിട്ട് വേഗം റെഡി ആവും പോവണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അയ്യോ സമയം വൈകുന്നുണ്ട്, കണ്ണ് എഴുതാം. ഞാൻ ആക്ച്വലി ശനിയാഴ്ചയാണ്, അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മെട്രോയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ ഇവിടുന്ന് ആലുവ എത്തി. ആലുവ വരെ 2 വീലറിനാണ് പോകുന്നത്. അപ്പോൾ ആലുവയിൽ നിന്ന് വീണ്ടും പിന്നെ വണ്ടി വെച്ച് മെട്രോ കയറി പിന്നെ വൈറ്റിലെത്തിയിട്ട് വീണ്ടും ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു ബസ്സിലൊരു ജസ്റ്റ് ഒരു 10 റുപ്പീസിൻ്റെ വഴിയേ ഉള്ളൂ. പക്ഷേ ഇത് കയറണ്ടേ, ചടങ്ങാണ്. പിന്നെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പം അതിൽ നല്ലത് വണ്ടിക്ക് പോകുന്നതാണ്. അപ്പം ഞാനിപ്പോൾ വണ്ടിക്ക് തന്നെയാണ് പോകുന്നത്. 2 വീലറിന് ഇവിടെ നിന്ന് നേരെ അവിടെ ചെന്ന് ഇറങ്ങാമല്ലോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്തും നമുക്ക് പോരുകയും ചെയ്യാം. തിരികം ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടണം. ലിപ്സ്റ്റിക് ഇസ് മെയിൻ തിങ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്കിൽ പല ഷെയ്ഡ് ഇങ്ങനെ പ്രാന്ത് പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന് മുന്നേ ബ്ലഷ് ഇട്ടിട്ടില്ല, ബ്ലഷ് ഇടാം. സോ ഇത് ബ്ലൂ ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ലിക്വിഡ് ആയിട്ടുള്ളൊരു ബ്ലഷാണ്. അതിങ്ങനെ 2
കുത്തിടാം. ഇപ്പോൾ റിസർവേഷൻ ഓഫീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിഫോം എല്ലാം ഉണ്ട്, എയർലൈൻ്റെ തന്നെ യൂണിഫോം ആൻഡ് ഗ്രൂമിങ് സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് വെച്ചൊന്ന് ലൈൻ ചെയ്യും. ഡാസിലറിൻ്റെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നൊരു ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഷെയ്ഡാണ് ഇടാൻ പോകുന്നത്. അതും ഒരു ജസ്റ്റ് ഔട്ട്ലൈൻ ആട്ടോ കൊടുക്കുന്നത്, ഫുള്ളായിട്ട് ഇടുന്നില്ല. കഴിഞ്ഞിട്ടില്ല. ഇനി ഇതും മൈഗ്ലാമിൻ്റെ തന്നെ. ഇത് ഭയങ്കര കുഞ്ഞിതാട്ടോ, ഒരു 3 ml എന്തോ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഞാൻ ഈ ന്യൂഡ് ലിപ്സ്റ്റിക്കും തപ്പി നടക്കും, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ വാങ്ങിക്കുന്നതെല്ലാം എൻ്റെ കയ്യിലുള്ള സിമിലർ കളറായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് അങ്ങനെ ഒരു കളറാണോ എന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് അടിപൊളി ഷെയ്ഡാട്ടോ, ന്യൂഡ് ഷെയ്ഡാണ് ഇത്. ഫേസിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്നുകൊണ്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. ലേറ്റായി മക്കളെ. അതാട്ടെ ഞാനിങ്ങനെ പിരിപിരിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കമ്മലിടട്ടെ. കമ്മൽ ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന കമ്മൽ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ലോങ് കമ്മലൊന്നും അലൗഡ് അല്ല കേട്ടോ. ഞാനിപ്പം കാഷ്വൽസ് ഇട്ട് കൊണ്ട് പോകുന്നതുകൊണ്ടാണ്. യൂണിഫോമിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് അലൗഡ്. ഓക്കെ, സോ ഇനി നമ്മൾക്ക് വാച്ച് കെട്ടാം. എങ്ങനെയത്? ഓക്കെ, ഇനി ഞാനൊരു മോതിരം കൂടി ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മോതിരം ഇട്ട് വയ്ക്കാത്തത് പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു, അതിൻ്റെ പെട്ടിയായിരുന്നു. ചെറിയ മോതിരമാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ എന്താ ചുമ്മാ അഴിച്ചിടുവാണ്. ഓക്കെ, സോ ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. സമയം വൈകിയിരിക്കുന്നു ഗൈസ്. സോ ഐ വാണ്ട് ടു ഗോ. ബൈ. അടുത്ത വീഡിയോയിൽ ഇനി വീണ്ടും കാണുന്നവരെ